ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടായിരിക്കും. നമ്മുടെ വീട്ടിലെ ഫാനിൻ്റെ കപ്പാസിറ്റർ മാറ്റിയിട്ടും അതുപോലെ ഫാന് ഫുള്ള് സ്പീഡിൽ കറങ്ങുന്നുണ്ടാവും. പക്ഷേ നമുക്ക് കാറ്റ് താഴത്തേക്ക് ഒട്ടും കിട്ടാത്തൊരവസ്ഥ. നമ്മളിത് സിമ്പിളായിട്ട് തന്നെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. അതിനായിട്ട് ആദ്യം ഈ ഫാൻ നമുക്ക് അഴിച്ചെടുക്കാം. അതിന് ഈ ഒരു ക്യാപ്പ് മുകളിലേക്ക് ഉയർത്തിയിട്ട് ഈ കാണുന്ന രണ്ട് സ്ക്രൂസ് നമ്മൾ അഴിച്ച് ഈ ഫാന് നമുക്ക് ഇതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാം. ആദ്യം ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മുകളിൽ കാണുന്ന ഈ ഒരു നെറ്റ് നമ്മളൊരു സ്പാനറോ അല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയറോ യൂസ് ചെയ്തിട്ട് നമുക്ക് അഴിച്ചെടുത്താൽ സിമ്പിളായിട്ട് ഫാൻ നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് ഊരിയെടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഈ 3 ലീഫിൻ്റെയും സ്ക്രൂസ് അഴിച്ച് ലൂസാക്കി വെക്കുക. എന്നിട്ട് ഈ ഉയർന്നു നിൽക്കുന്ന ഭാഗം ഇതൊരു ചെരിവിലായിരിക്കും ഈ ഒരു ലീഫ് നിൽക്കുന്നുണ്ടാവുക. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഉയർന്ന ഭാഗത്തെ സ്ക്രൂ കൂടുതൽ അഴിച്ചെടുത്തതിന് ശേഷം അതിൽ കാണുന്ന ഒരു വാഷ് ഉണ്ട്. ഈ ഒരു വാഷ് ചിലതിൻ്റെ സ്ക്രൂസിൻ്റെ വാഷ് അഴിച്ചെടുക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ ഇവിടെ വേറൊരു വാഷ് എടുത്തിട്ട് ഇതിൻ്റെ ഈ ലീഫിൻ്റെ താഴെ വെച്ച് കൊടുക്കുക. താഴെ വെച്ച് കൊടുത്ത് നമുക്ക് ഈ സ്ക്രൂ ഇട്ടിട്ട് ഇത് ടൈറ്റ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെരിവ് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ചെരിവാകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാറ്റ് കിട്ടും. അതാണ് ഇവിടെ ഈ ഒരു സെറ്റിങ്സ് ചെയ്യുന്നത്. ഓവർ തിക്നെസ് ഉള്ള വാഷൊന്നും വെച്ച് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മോട്ടർ ലോഡാവാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ 3 ലീഫിൻ്റെയും ഈ സ്ക്രൂസ് ഇങ്ങനെ അഴിച്ച് ഈ ഒരു വാഷ് ഊരിയെടുക്കാൻ കിട്ടുന്നില്ലെങ്കിൽ കട്ടിംഗ് പ്ലെയർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ കാണിച്ചിട്ട് ആ വാഷ് നമുക്ക് ഊരിയെടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് ആ ഒരു വാഷ് തന്നെ എല്ലാവരും ചെയ്താൽ മതി. ഈ ഒരു ഫാനിൻ്റെ ലീഫിൻ്റെ അടിയിൽ വയ്ക്കുക, എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിൽ മാത്രമേ ചെയ്യാവൂ, അപ്പോഴാണ് മറ്റേ സൈഡിലേക്കുള്ള ചെരിവ് കൂടുതൽ കിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിത് ഫിറ്റ് ചെയ്യാം. അഴിച്ചെടുത്തതുപോലെ തന്നെ നമുക്കത് ഫിറ്റ് ചെയ്യാം. ഇനി നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കി നോക്കാം. ഇപ്പോൾ നന്നായിട്ട് കാറ്റ് ഭയങ്കരമായിട്ട് താഴത്തേക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളെന്തായാലും നിങ്ങളെ വീട്ടിലെ ഫാനൊന്ന് അഴിച്ച് ട്രൈ ചെയ്ത് നോക്ക്. ഇതിന് ഇലക്ട്രീഷ്യൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. താങ്ക് യു.